Good morning, children. This is our second revision class about the chapter gravitation. In the previous class, we have passed through the whole chapter and discussed the important topics in that chapter. Today, we are going to do the exercise problems. Okay, so the first problems, we already completed the in-text questions in that chapter, isn't it? Okay, so today onwards, we are starting to do other exercise questions and some additional questions based on this chapter. So the first question is in your textbook, that is, how does the force of gravitation between two objects change when the distance between them is reduced to half? I'll repeat the questions once again. How does the force of gravitation between two objects change when the distance between them is reduced to half? ഒരു രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എങ്ങനെയാണ് മാറുന്നത്? എപ്പോഴാണ് അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്താൽ അവയുടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? എക്സാമ്പിൾ, രണ്ട് ഒബ്ജക്ട്സ് എയും ബിയും തമ്മിലുള്ള ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 10 മീറ്റർ ആയിരുന്നു വരുന്നത്. അപ്പോൾ അതിനൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ടായിരിക്കും അവ തമ്മിൽ. ഇനി ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്റർ ആയിട്ട് റെഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുമ്പം എങ്ങനെയാണ് അതിൻ്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ മാറുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് എന്താണ്? എവരി ഒബ്ജക്ട് ഇൻ ദി യൂണിവേഴ്സ് അട്രാക്ട് every other object with a force which is directly proportional to the product of the mass and inversely proportional to the square of the distance between them. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ലോ ആണ്, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ ആ ലോ പ്രകാരം, ന്യൂട്ടന്റെ ലോ പ്രകാരം എന്തായിരുന്നു ഇക്വേഷൻ? ഇത് ഇക്വേഷൻ ഈസ് F is equal to G m1 m2 by d square, where m1 and m2 are the two masses of the objects and d is the distance between the two objects. അല്ലേ? ഇതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? രണ്ട് ഒബ്ജക്ട്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്താൽ അതിന്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എങ്ങനെ മാറുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ അതിന്റെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എത്രയായിട്ട് എടുക്കാം? ഈ വാല്യൂ ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് F1 ഈസ് ഈക്വൽ ടു, ആദ്യം ഉണ്ടായിരുന്നെന്നുള്ളത് ഡിനോട്ട് ചെയ്യാനാണ് 1 ഇട്ടിരിക്കുന്നത്. F1 ഈസ് ഈക്വൽ ടു G m1 m2 by d സ്ക്വയർ ആയിരുന്നു അതിന്റെ ആദ്യമേയുള്ള ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. ഇനി എന്താണ് ചേഞ്ച് അവിടെ വന്നിരിക്കുന്നത്? ഈ പറയുന്ന ഡിയിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഡിയിൽ എന്ത് ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്. റെഡ്യൂസ്ഡ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മീറ്റർ എന്നുള്ളത് 5 മീറ്റർ ആയി. അപ്പൊ ഡി എന്നുള്ളത് എത്രയായി? d/2 ആയി, അല്ലേ? അപ്പൊ നമുക്കിനി എന്താണ് രണ്ടാമതുള്ള ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ കാണണം. സോ രണ്ടാമതുള്ള ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡിയുടെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കണം? d/2 ഇട്ട് കൊടുക്കണം. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? കാരണം ഇതേപോലെ സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ആദ്യത്തെ ഉണ്ടായിരുന്നത് എത്രയായിട്ട് എടുക്കണം? ആ ഇക്വേഷൻ ആയിട്ട് തന്നെ എടുക്കുക. ദറ്റ് ഈസ് F1 ഈസ് ഈക്വൽ ടു G m1 m2 by d സ്ക്വയർ ആയിട്ട് തന്നെ എടുക്കുക. ദെൻ സെക്കൻഡ് നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഇക്വേഷനിൽ എവിടെയാണോ മാറ്റം വരുത്തിയിട്ടുള്ളത് അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. ഓക്കെ, സോ G m1 m2 by d/2 the whole square. ഈ സ്ക്വയർ ഇടുന്നത് ഡിക്ക് മാത്രമല്ല, രണ്ടാമത് ഡിക്ക് മുഴുവനാണ് മാറ്റം വരുന്നത്. നമ്മൾ 10നെ 5 ആക്കുമ്പോഴത്തേക്ക് 10/2 the whole square എന്ന് തന്നെ ഇടണ്ടേ? അല്ലെങ്കിൽ 10² 2 ഇട്ടാൽ മതിയോ? രണ്ടും 2 വാല്യൂ അല്ലേ? സോ 10/2 the whole square എന്ന് ഇടണം, എങ്കിലല്ലേ 5² കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ d/2 the whole square എന്ന് തന്നെ ഇടണം, അത് മാറിപ്പോകരുത്. ഓക്കെ, സോ ഇക്വേഷൻ എങ്ങനെ വരും? G m1 m2 by d square by 4 എന്ന് വരും, അല്ലേ? d²/4 എന്ന് വരും. ഈ താഴെ കിടക്കുന്ന 4നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുകളിൽ കൊണ്ടുപോകാൻ പറ്റും, അല്ലേ? മാത്തമാറ്റിക്കലി നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റും. സോ ദി ഇക്വേഷൻ ബിക്കം 4G m1 m2 by d സ്ക്വയർ. ബാക്കിയുള്ളതെല്ലാം അതുപോലെ എടുത്തത് ഈ 4നെ മുകളിൽ കൊണ്ടുപോയതേ ഉള്ളൂ, അല്ലേ? സോ 4G m1 m2 by d സ്ക്വയർ, അല്ലേ? ഈ G m1 m2 by d സ്ക്വയർ തന്നെയല്ലേ നമുക്ക് ആദ്യം കിട്ടിയ F1 എന്ന് പറഞ്ഞ ഫോഴ്സ്. സോ സെക്കൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 times that of the first value, അല്ലേ? ആദ്യം കിട്ടിയ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷന്റെ 4 ഇരട്ടിയാകും ആ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ചു കഴിഞ്ഞാൽ, അല്ലേ? ഡിസ്റ്റൻസ് കുറയുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടത്തില്ലേ? നമ്മളിപ്പോൾ രണ്ട് കാന്തങ്ങൾ വളരെ അകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ല, അവ തമ്മിൽ അടുത്തടുത്ത് കൊണ്ടുവരുന്നു, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടും. അതുപോലെ തന്നെ ഭൂമിയും ആ ഒബ്ജക്റ്റും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അവർ അടുത്തടുത്ത് വരുന്നതോറും കൂടും എന്ന് കരുതിയാൽ മതി. അപ്പോൾ ആ കൂടിയതിൻ്റെ വാല്യൂ കാണാനാണ് നമ്മളിപ്പോൾ നോക്കിയത്.
and when the distance is reduced to half of the original value, the force of gravitation becomes 4 times than that of the first value. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. Okay, so the answer is 4F1. Okay, now let's move on to the second question, that is, gravitational force acts on all objects in proportion to their masses. Why then a heavy object does not fall faster than light object? Gravitational force acts on all objects in proportion to their masses. Why then a heavy object does not fall faster than a light object? Second question ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ഹെവി ഒബ്ജക്റ്റ് ലൈറ്റ് ഒബ്ജക്റ്റിനേക്കാൾ സ്പീഡിൽ താഴോട്ട് വരാത്തതാണ്? നമ്മളൊരു 10 കിലോഗ്രാമുള്ള ഒരു കല്ലും 1 കിലോഗ്രാമുള്ള ഒരു കല്ലും ഒരുപോലെ താഴോട്ടിട്ട് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് താഴെ എത്തും, ഭൂമിയിലെത്തും. നമ്മൾ ആദ്യമേ ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിച്ചിരുന്നു. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അവയുടെ മാസിന്റെ പ്രോഡക്റ്റിന് തുല്യമാണ് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? ആ മാസുകളെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ഹെവി മാസ് ഉണ്ടെങ്കിൽ ആ ഹെവി മാസിന് അനുസരിച്ച് കൂടുതൽ ഫോഴ്സ് അവിടെ വരണ്ടേ? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഹെവി മാസ് ഇട്ടാലും ലൈറ്റ് മാസ് ഇട്ടാലും രണ്ടും ഒരേ സമയത്ത് താഴെ എത്തുന്നു. പക്ഷെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, എന്താണ്? നമുക്കറിയാം, ഒരു വസ്തു താഴേക്ക് വെറുതെ വീഴുന്നതാണ് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. അങ്ങനെ ഫ്രീ ഫോൾ ഉള്ള സമയത്ത് വരുന്ന ഒരു ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ g കൊണ്ടാണ്. ആൻഡ് ദാറ്റ് g is equal to g capital M divided by r square, where capital G is small g is the acceleration due to gravity, capital G is the universal gravitational constant, m is the mass of earth, and r is the radius of the earth. ഇതിൽ നിന്നും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് മാസിനെ, ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പം 10 കിലോഗ്രാം ഉള്ള ഒരു മാസ് ആണെങ്കിലും 1 കിലോഗ്രാം ഉള്ള ഒരു മാസ് ആണെങ്കിലും എങ്ങനെയായിരിക്കും അവയ്ക്ക് ഭൂമി കൊടുക്കുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 9.8 ആണ്. അതുകൊണ്ടാണ് രണ്ട് ഒബ്ജക്റ്റും ഒരുപോലെ താഴെ എത്തുന്നത്. ഹെവി ഒബ്ജക്റ്റ് നേരത്തെ എത്താത്തതിന് കാരണമാണ്. എന്തുകൊണ്ടാണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഓൾവേസ് ഈക്വൽ ഫോർ ഓൾ ഒബ്ജക്ട്സ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതാണ് അവിടെ പറയേണ്ട റീസൺ. ഓക്കെ, now let's move on to the third question. What is the magnitude of the gravitational force between the earth and a 1 kilogram object on its surface? Mass of the earth is 6 into 10 raised to 24 kilogram and radius of the earth is 6.4 into 10 raised to 6 meter. It's a simple question. What you have to calculate is the gravitational force between earth and 1 kilogram object. Earth in the mass തന്നിട്ടുണ്ട് 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള മാസമാണല്ലോ 1 കിലോഗ്രാം. ഓക്കെ, ദെൻ എന്താണ് മാസ് ഓഫ് ദ എർത്ത് ഉണ്ട്, റേഡിയസ് ഓഫ് ദ എർത്ത് തന്നിട്ടുണ്ട്. സോ നമുക്ക് ന്യൂട്ടന്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ട് ആ ഇക്വേഷനകത്തോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദ ഇക്വേഷൻ ഈസ് F is equal to gmm by r square, that is 6.67 into 10 raised to minus 11 into 6 into 10 raised to 24, that is mass of the എന്താണ് എർത്ത്. Then into 1 kilogram എന്നല്ലേ പറഞ്ഞത്, divided by 6.4 into 10 raised to 6 the whole square. ഇതിനെ ഒന്ന് ഇനി കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ we got the answer as 9.8 ന്യൂട്ടൺ. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ച കൂട്ടത്തിൽ തന്നെ ഈ ഒരു പ്രോബ്ലം പറഞ്ഞു പോയതാണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് 9 ന്യൂട്ടൺ. വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. The next is the fourth question. The earth and the moon are attracted to each other by gravitational force. Does the earth attract moon with a force that is greater or small or the same as the force with which the moon attracts the earth? Why? First ഒന്നുകൂടെ വായിക്കാം. The earth and the moon are attracted to each other by gravitational force. Does the earth attract moon with a force that is greater or smaller or the same as the force with which the moon attracts the earth? Why? ക്വസ്റ്റ്യൻ വളരെ ലെങ്തി ആണ്, പക്ഷെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, എർത്തും മൂണും പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സുകളും പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എർത്തും മൂണും അട്രാക്ട് ചെയ്യുമ്പം എർത്ത് മൂണിനെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നുണ്ടോ, കുറവാണോ അട്രാക്ട് ചെയ്യുന്നത്, അതോ എർത്തും മൂണും പരസ്പരം കൊടുക്കുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തുല്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പം ഇവിടെ നമുക്ക് സിംപ്ലി ഉത്തരം എന്ന് പറയാൻ പറ്റും. കൂടുതലുമല്ല കുറവുമല്ല, തുല്യമാണെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? മൂൺ അവിടത്തോട്ടും പോകുന്നില്ല, എർത്ത് അങ്ങോട്ടും ചെല്ലുന്നില്ല, മൂൺ ഇങ്ങോട്ടും വരുന്നില്ല, പരസ്പരം അതൊന്നും പോകുന്നില്ല. ഉണ്ടോ? ഇല്ല. അവരവരുടെ പാത്തിൽ തന്നെയാണ് റീറ്റെയിൻ ചെയ്യുന്നത്. സോ അവിടെ ഫോഴ്സ് കുറവുമല്ല കൂടുതലുമല്ല, ബട്ട് ഇറ്റ് ഈസ് സെയിം. എന്തുകൊണ്ടാണ്? അവർ പരസ്പരം ആകർഷിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും, ബട്ട് ഇറ്റ് ഈസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അല്ലേ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്ന് നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു, ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം. അല്ലേ? എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ രണ്ട് ഒബ്ജക്ട്സിലാണ് നടക്കുന്നത്. ആ രണ്ടും എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ റീസൺ പറഞ്ഞിരുന്നു, നമ്മൾ രണ്ട് കുട്ടികൾ പരസ്പരം അടുത്തിരിക്കുന്നവർ തമ്മിൽ പോലും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, പക്ഷെ അവർ തമ്മിൽ അടുത്തടുത്ത് വരുന്നുണ്ട് എപ്പോഴും? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ മാസിന്റെ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് മാസ് വളരെ ഹൈ ആണ്. അങ്ങനെ മാസ് ഹൈ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളങ്ങനെ എപ്പോഴും അടുത്തടുത്ത് വരാത്തത്. ഇവിടെ പറയേണ്ട രണ്ട് കാര്യം, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനും പറയണം, ന്യൂട്ടന്റെ തേർഡ് ലോയും പറയണം. അതാണ് ഇവിടെ പറയേണ്ട രണ്ട് പോയിന്റ്സ്. ഓക്കെ, now let's move on to the fifth question. If the moon attracts the earth, why does the earth does not move towards the moon? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെ ഇവിടെ വരുന്നത്. മൂണ് എർത്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് മൂണിനടുത്തോട്ട് എർത്ത് പോവാത്തത്? എന്തുകൊണ്ടാണ്? അവയുടെ എർത്തിന്റെ ആണെങ്കിലും മൂണിന്റെ ആണെങ്കിലും മാസ് വളരെ ബിഗ് ആണ്. അതുകൊണ്ട് തന്നെ അവയ്ക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആണ്. അതുപോലെ തന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ രണ്ടും നടക്കുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. അതാണ് അവിടെ സെയിം. ഫോർത്തിന്റെ അതേ പറഞ്ഞ ആൻസർ തന്നെയാണ് ഫിഫ്ത്തിന് പറയേണ്ടത്. Now the question, sixth question. What happens to the force between two objects if the mass of one object is doubled, the distance between the object is doubled and tripled, the mass of the both objects are doubled? ആറാമത്തെ question, which is similar to that of the first question. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ ഏകദേശം സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് സിക്സ്ത് ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിസ്റ്റൻസ് പകുതിയാക്കിയാൽ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ മൂന്നെണ്ണം ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത് ചോദിച്ചിരിക്കുന്നതിനാണ് മാസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ഈസ് ഡബിൾഡ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിൽ നമുക്ക് പോകാം. ഫസ്റ്റ് എന്തെടുക്കണം? നമ്മുടെ ഒറിജിനൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിട്ട് എടുക്കുക? സെയിം ഈക്വേഷൻ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് F1 ഈസ് ഈക്വൽ ടു Gm1 m2 by d² ആണ് അവയ്ക്ക് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇനി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ മാസ് ഓഫ് വൺ ഒബ്ജക്റ്റ് ഈസ് ഡബിൾഡ്. ഇതിലെ ഒരു ഒബ്ജക്റ്റിന്റെ M1 ആകട്ടെ M2 ആകട്ടെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മാസ് ഡബിൾ ചെയ്തു എന്ന് വരിക. ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സിന് എന്ത് വേരിയേഷൻ വരും? എങ്ങനെയായിരിക്കും? ഡബിൾ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ രണ്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞത് ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ M1 M2. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ മാസ് ഡബിൾ ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ. ജസ്റ്റ് അതിന് എന്ത് ചെയ്താൽ മതി? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ല, ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? F ഈസ് ഈക്വൽ ടു Gm1 into 2m2 divided by d². ഇനി ഈ 2നെ എനിക്ക് എല്ലാത്തിൻ്റെയും കൂടെ പുറത്തെടുക്കാമല്ലോ. സോ ഇറ്റ് ബിക്കംസ് 2 into Gm1 m2 by d². അതെന്ത് തന്നെയാണ്? ഈ Gm1 m2 by d² തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2F1. അല്ലേ? 2F1 എന്ന് എഴുതാമല്ലോ. സെക്കൻഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഒരെണ്ണത്തിന്റെ മാസ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കിട്ടുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ നേരെ ഇരട്ടി ആയിരിക്കും. അതാണ് 2F1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ബിക്കംസ് ഡബിൾഡ്. F ബിക്കം ഡബിൾഡ് എന്ന് എഴുതിയാൽ മതി. നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റെപ്പ് എഴുതി കാണിക്കണം. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം മെയിനായിട്ട് ചെയ്യേണ്ട 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടിയും യു ഹാവ് ടു റൈറ്റ് ദ സ്റ്റെപ്പ്. ഒറ്റ ലൈൻ എഴുതിയാൽ തീരാവുന്നതേ ഉള്ളൂ. ഈ 2F1 വരെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഡബിൾ ചെയ്തൊന്നും ജസ്റ്റ് എടുത്തെഴുതണമെന്നില്ല, ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് ഇല്ലായെങ്കിൽ ചിലപ്പോൾ ഹാഫ് മാർക്ക് കട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് എഴുതുക കേട്ടോ. ദെൻ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ഈസ് ഡബിൾഡ് ആൻഡ് ട്രിപ്പിൾഡ്. രണ്ട് ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. ഡിസ്റ്റൻസ് എങ്ങനെയാണ്? ഡബിൾ ചെയ്തു, ട്രിപ്പിൾ ചെയ്തു, രണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വേണ്ടത്? Gm1 m2 by ഡബിൾ ചെയ്തു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2d the whole square അല്ലേ?
ഡിസ്റ്റൻസ് നേരത്തെ നമ്മൾ ഹാഫ് ആക്കിയെന്നായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഇവിടെ എന്ത് ചെയ്തു, ഡബിൾ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇരട്ടിയാക്കി. സോ ഇറ്റ് മൾട്ടിപ്ലൈ ബൈ 2. സോ GM1 M2 by 1/4 into d square അല്ലേ. സോ ഇവിടെ ആ 2ന്റെ സ്ക്വയർ എത്ര വരും, 4 വരും. അതിനെ ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി എഴുതി 1/4 GM1 M2 by d square. ഈ GM1 M2 by d square ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞ F1 ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/4 into F1. സോ ഫസ്റ്റ് ഫോഴ്സിനെക്കാട്ടിലും 1/4 ആയിരിക്കും ഫസ്റ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ 1/4 ആയിരിക്കും ഇപ്പോഴത്തെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇത് ഡബിൾ ചെയ്യുമ്പോഴത്തെ കാര്യമാണ്. അങ്ങനെയാണ് ട്രിപ്പിൾ ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഇവിടെ എന്ത് എടുക്കണം, 2ൻ്റെ ഇവിടെ എന്ത് ഇടണം, യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് 3. സോ ഇറ്റ് ബിക്കംസ് 3d സ്ക്വയർ വരും. സോ ഇവിടെ 3യുടെ സ്ക്വയർ വരുമ്പോൾ 1/9 വരും. ആൻസർ 1/9 F1 എന്ന് വരും. സോ 1/9 the part of the first gravitational force എന്ന് ആൻസർ വരും. Okay. Now the third question is mass of both objects are doubled. രണ്ട് ഒബ്ജക്ട്സിൻ്റെയും മാസ് ഡബിൾ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് ഒബ്ജക്ട്സിൻ്റെയും മാസ് ഡബിൾ ചെയ്തു എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, F3 is equal to G2M1 2M2 divided by d square is equal to 4 into GM1 M2 by d square is equal to 4F1. ശരിയല്ലേ. രണ്ടിൻ്റെ മാസ് ഡബിൾ ചെയ്തു. M1ൻ്റെ മാസം ഡബിൾ ചെയ്തിട്ടുണ്ട്, M2ൻ്റെ മാസം ഡബിൾ ചെയ്തിട്ടുണ്ട്. സോ 2 into 2 എന്ന് പറഞ്ഞാൽ 4 ആയി. ബാക്കി ഫസ്റ്റ് ഇക്വേഷൻ പോലെ തന്നെ. സോ ഇറ്റ് ബിക്കംസ് 4F1. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് 1 or 2 എണ്ണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്തിൻ്റെ വേരിയേഷനും ഞങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ബാക്കി 7th ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ആ ഹെഡിങ് ഉൾപ്പെടെ പറഞ്ഞാണ് നോട്ട്സ് തന്നിരിക്കുന്നത്. Now the 8th question is, what is the acceleration of free fall? Acceleration of free fall എന്താണ്, acceleration due to gravity. It is 9.8 meter per second square. 8th question answer. 9th question, what do we call the gravitational force between earth on object? What do we call the gravitational force between earth and the object? എർത്തും ഒബ്ജക്റ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിനെ എർത്ത് എന്തുമാത്രം അട്രാക്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. സോ F is equal to mg എന്നൊരു ഇക്വേഷനൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. സോ അവിടെ ആൻസർ വരുന്നത് വെയിറ്റ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസിലെ 9 പ്രോബ്ലംസ് അല്ലെങ്കിൽ 9th ക്വസ്റ്റ്യൻ വരെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഈ ചാപ്റ്ററിലെ ഫുൾ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.